രേഖകളില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണവുമായി വന്ന യുവാവ് തിരുവനന്തപുരത്ത് പിടിയിലായി. തൃശൂർ സ്വദേശി മനുവാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. AK സ്റ്റെഫിൻ ഉണ്ട്. സ്റ്റെഫിൻ, ഇയാൾക്ക് എവിടെ നിന്ന് സ്വർണം ലഭിച്ചു? ഇയാൾ സ്വർണം എവിടെ എത്തിക്കാനായി എത്തി? തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? രതീഷ്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ജ്വല്ലറിയിലേക്ക് സ്വർണവുമായി വന്നു എന്നുള്ളതാണ് മനു എക്സൈസിനോട് പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും പാറശാല പോലീസിന് കൈമാറിയിട്ടുണ്ട് സ്വർണം. മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല, അത് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ പോലീസും എക്സൈസും മറ്റ് സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ അതിർത്തി മേഖലകളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ മനുവിൻ്റെ വാഹനം പരിശോധിക്കാനിടയായത്. തൃശ്ശൂരിലേക്ക് സ്വർണം കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ രേഖകൾ ചോദിച്ചു, രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സ്വർണം പിടികൂടി കോടതിക്ക് ഇപ്പോൾ പോലീസ് കൈമാറിയിരിക്കുന്നത്. ഇനി ഏതായാലും കോടതി നടപടി വഴി മാത്രമേ സ്വർണം എടുക്കാൻ കഴിയുകയുള്ളൂ. മതിയായ രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവകരമായി കാണേണ്ടത്. ഏതെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള നീക്കമാണോ ഈ യുവാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതും സംശയിക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ ജ്വല്ലറിയിൽ നിന്നാണ് ഇത് വാങ്ങിയത് എന്നുള്ള കാര്യം ഇയാൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുപോയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. രേഖയില്ലാതെയാണ് സ്വർണം കൊണ്ടുവന്നത്. ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്.